സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികൾ അപവാദ പ്രചരണം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, പാലാ, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ ആ പ്രദേശങ്ങളിലാകെ ദേശീയ ജനാധിപത്യ സഖ്യം ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന രീതിയിലുള്ള വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വസ്തുത നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനം, ആ സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനങ്ങൾ ക്രൈസ്തവർക്ക് മേൽക്കോയ്മയുള്ള 25% കൂടുതൽ ജനങ്ങളുള്ള ഗോവ, അതുപോലെ തന്നെ 41% ക്രൈസ്തവരുള്ള മണിപ്പൂര്, 75% ക്രൈസ്തവരുള്ള മിസോറാം, 87% ക്രൈസ്തവരുള്ള നാഗാലാൻഡ്, 88% ക്രൈസ്തവരുള്ള അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലും NDAയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ടേമല്ല, അത് കഴിഞ്ഞ 3 ടേമുകളായി NDA ഭരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മുഖ്യമന്ത്രിമാർ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. 234 MLAമാർ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇന്ത്യ മുന്നണിയിൽ എല്ലാം കൂടി കേവലം 34 MLAമാർ മാത്രമാണ് ഉള്ളത്. ഇങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആ പ്രദേശത്തെ ക്രൈസ്തവരുടെ പരിപൂർണമായ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം അവിടെ ഭരണം നടത്തുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 65% മുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ പാർലമെൻറ്റ് അംഗങ്ങളും താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച BJPയുടെ MPമാരാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് എല്ലാ മേഖലയിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ NDAയോടൊപ്പം തന്നെയാണ്. കേരളത്തിൽ ഇത് വെറും ഒരു പ്രചരണത്തിന് വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി അതൊരു മതേതര പാർട്ടിയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. എൻ്റെ പാർട്ടിയുടെ ഭാരവാഹികൾ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒരു മുസ്ലിം ആണ്. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളും നമ്മുടെ പാർട്ടിയുടെ ഭാരവാഹികളാണ്. എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും, മറ്റ് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ഭാരവാഹികളുണ്ട്. അപ്പം എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വോട്ട് തരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ കത്തോലിക്ക സഭയുടെ ഒരു സെമിനാരി, അതോടൊപ്പമുള്ള ഒരു കോൺവെന്റിൻ്റെയും മതിലുകൾ അർദ്ധരാത്രിയുടെ മറവിൽ JCBയും ബുൾഡോസറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപറ്റം തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടുകൂടി ആ മതിലുകളെല്ലാം തകർത്ത് താൽക്കാലികമായി കോൺക്രീറ്റ് ഭവനങ്ങൾ നിർമ്മിച്ച് അവിടുത്തെ കന്യാസ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചപ്പോൾ ഈ 2 മുന്നണികളും മൗനം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ആരെയൊക്കെയോ ഭയപ്പെടാനുണ്ട്. ഞാൻ അവിടെ സന്ദർശിച്ച ഒരാളാണ്. ആ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് അവിടുന്ന് കോൺവെന്റിൽ നിന്ന് പുറത്തുപോയി പച്ചക്കറി വാഹനത്തിൽ ഒന്ന് പോകുന്നതിന് പോലും, ആശുപത്രിയിൽ പോകുന്നതിന് പോലും ഒരവസരം അവിടെ ഉണ്ടായിരുന്നില്ല. അത്ര ഭീകരമായ ഒരവസ്ഥ ഉണ്ടായിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മുടെ ഭരണാധികാരികൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഇടത് വലത് മുന്നണികൾ അക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, മുന്നണികളാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന നരേന്ദ്രമോദി
ഈ രാജ്യത്ത് അധികാരമേറ്റതിന് ശേഷം 2014 മുതൽ ഈ കേരള സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. ഇവർ പ്രചരണം നടത്തുന്നത് പോലെ ഒരു പള്ളിയും തകർക്കപ്പെട്ടിട്ടില്ല, ഒരു കുരിശടിയും തകർക്കപ്പെട്ടിട്ടില്ല, ഒരു മോസ്കും കേരളത്തിൽ തകർക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് പറയുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഒരു മാറ്റത്തിനു വേണ്ടി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയ ഈ ഒരു സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കുന്നതിന് NDAയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് നിങ്ങളെല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമേ എന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു.